അമ്മാനിൽ നിന്ന് കണ്ടു പഠിച്ചാട്ടോ. എൻ്റെ അമ്മ ഭയങ്കര ഫുൾ ടൈം ഈ നിസ്കാരം നോമ്പും ഒക്കെ വെറുതെ നോമ്പെടുക്കുന്നൊക്കെ അമ്മമാരുണ്ട്. ഞങ്ങൾ മലപ്പുറത്തൊക്കെ അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് നോമ്പായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നോമ്പെടുക്കുന്ന കണ്ടു വളർന്നൊരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓൾറെഡി ഞങ്ങളുടെ മതത്തിൽ ഭയങ്കര വിശ്വാസമാണ്. പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ പടച്ച റബ്ബിനെ വിളിക്കുമ്പോൾ എനിക്ക് അതിനുള്ള ഒരു പ്രതിഫലം റബ്ബ് തരാറുണ്ട്, ഇതുവരെ തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ എൻ്റെ മതത്തിനെ നന്നായിട്ട് മുറുക്ക പിടിക്കുന്നു. എല്ലാം അറിയാം. യാസിനൊക്കെ ഓതാറുണ്ട്. അതെ, അത് എല്ലാവരും മനസ്സിലുള്ളൊരു വലിയൊരു കാര്യമാണ്. ഒരു മുസ്ലിമായി ജനിച്ച ഒരാളുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈമാനോട് കൂടി മരിക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ മൊയ്ലേരി പറഞ്ഞ് ജാസി പിന്നെ ഈമാൻ കിട്ടാൻ വേണ്ടി ഒരാളെയും ചോദ്യം ചെയ്യാനും പടച്ച റബ്ബിന്റെ പടപ്പിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. അപ്പോൾ നമ്മൾ ചോദ്യം ചെയ്ത് എന്തൊരു കാര്യം അത് പടച്ച റബ്ബ് നമ്മൾ തമ്മിൽ തീർക്കാം. ഇപ്പോൾ ചില ആൾക്കാർ വേണ്ടത് മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മതത്തിൽ ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിന് അലൗഡ് അല്ലല്ലോ നമ്മുടെ മതത്തിൽ, അത് എതിരാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പടച്ച റബ്ബിനെ അറിയാം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഈ സിറ്റുവേഷനിലൊക്കെ ആവുന്നത്. വെറുതെ ഒരാളൊരാണ് സാരി എടുക്കുക അല്ലെങ്കിൽ ചുരിദാർ ഇടുകയും അപായിട്ട് നടക്കുമല്ലോ. അവരുടെ മനസ്സ് എത്രത്തോളം വിഷമിക്കുന്നുണ്ട്, അവരുടെ വിഷമമായ ഒരു ഘട്ടത്തിലൂടെ പോകുന്നത് അത് ഒരാൾ അനുഭവിച്ചവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് പടച്ച റബ്ബിൻ്റെ പടപ്പാണല്ലോ ഞാൻ. അപ്പോൾ പടച്ച റബ്ബിനെ അറിയാം. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ നാളെ മരിച്ചു പോയാൽ ഞാനും എൻ്റെ റബ്ബ് തമ്മിൽ തീർത്തുകൊണ്ട്